സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. സുരശ്രീ കൊച്ചിയിൽ ചെയ്യുന്നു. സുരശ്രീ, പറഞ്ഞതുപോലെ നമ്മൾ വിവിധ ജില്ലകളിലെ ഈ മഴക്കെടുതിയുടെ വാർത്തകൾ കണ്ടു. ഈ തെക്ക് മധ്യ വടക്ക് കേരളത്തിലൊക്കെ അതിശക്തമായ മഴ തുടരുകയാണ്. എന്താണ് നെടുമ്പാശ്ശേരിയിലെ സ്ഥിതിവിശേഷം? എയർപോർട്ടിലേക്കുള്ള റോഡാണ്, വെള്ളക്കെട്ടാണോ? എറണാകുളം ജില്ലയിൽ തുള്ളിക്കുരുകുടം കണക്കെ തന്നെ മഴ ആർത്തു പെയ്യുകയാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴ ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലേക്കും ഒക്കെ തന്നെ നിലവിൽ ഇടതടവില്ലാതെ തന്നെ പെയ്യുകയാണെന്ന് തന്നെ പറയാം. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി പെയ്ത മഴ ഇതുവരെ തോർന്നിട്ടില്ല എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ നമ്മളോട് പറയുന്നത്. ഇവിടെയുള്ള കടകളിലേക്കടക്കം തന്നെ വെള്ളം ആർത്ത് ഇരച്ചു കയറിയിട്ടുണ്ട്. ഇത്തരത്തിൽ പലയിടങ്ങളിലും എറണാകുളം ജില്ലയുടെ പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളാണ്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. എറണാകുളം നോർത്ത്, അതുപോലെ കളമശ്ശേരിയിലൊക്കെ തന്നെ പല ഭാഗങ്ങളിലെ വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പല ആളുകളും ഇത്തരത്തിൽ വളരെ വെള്ളം കയറിയ സ്ഥിതികളൊക്കെ പറഞ്ഞ് നമ്മളെ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മഴയാണ് ജില്ലയിലെമ്പാടും തന്നെയുള്ളത്. ഇത്തരത്തിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള വഴിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. പെരിയാർ നദിയിൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം നദീ സാമീപ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകണം. യാതൊരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങുകയോ ഒന്നും തന്നെ ചെയ്യരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായി ഇത്തരത്തിൽ ഇലക്ട്രിക് കമ്പികൾക്ക് കീഴെയോ അല്ലെങ്കിൽ കടപുഴകാൻ സാധ്യതയുള്ള മരങ്ങൾക്ക് കീഴെയോ തന്നെ നിൽക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിൽ, ജില്ലയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ ഇന്നലെ രാത്രി തന്നെ ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ പെയ്യുന്ന മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഒക്കെ തന്നെ ജില്ലയിൽ എമ്പാടും തന്നെ തുടരുകയാണ് സുഹൈൽ.